സമൃദ്ധമായ മലയ്ക്കരികിലായി ഒരു ഗ്രാമമുണ്ടായിരുന്നു. മക്കൾ ഈ ഗ്രാമത്തിനെ ഗുരുവാപ്പൂർ എന്ന് വിളിക്കുന്നു. ഈ ഗ്രാമം നഗരത്തിൽ നിന്നും വളരെ ദൂരെയാണ്. പഴങ്ങൾ വിൽക്കുന്നവർ ഇവിടെ വല്ലപ്പോഴുമേ വരാറുള്ളൂ. ഗ്രാമത്തിൽ ഒരു പെണ്ണ് ഓറഞ്ച് പഴം വിറ്റുകൊണ്ടിരുന്നു. അവളെ കാണാൻ നല്ല സുന്ദരിയായിരുന്നു. അവളെ കാണുമ്പോൾ ഗ്രാമത്തിലുള്ള എല്ലാ ആണുങ്ങൾക്കും ഒരുപാട് ഇഷ്ടമാകും. നേരെന്താണെന്ന് വെച്ചാൽ ആ പെൺകുട്ടി ഒരു പ്രേതമാണ്. അവൾ ഭംഗിയുള്ള രൂപം കാണിച്ച് ഗ്രാമത്തിൽ അവൾക്ക് ആവശ്യമുള്ളതൊക്കെ സാധിച്ചെടുത്തു. ഓറഞ്ച് വാങ്ങിക്കോളൂ, നല്ല രുചിയുള്ള മണമുള്ള നല്ല ഓറഞ്ച് വാങ്ങിക്കോളൂ. ഒരു പ്രാവശ്യം കഴിച്ചാൽ വീണ്ടും വീണ്ടും ചോദിക്കും. ഓറഞ്ച് പഴം വെക്കുന്ന ചേച്ചി, ഒരു പ്രാവശ്യം ഞങ്ങളുടെ വീട്ടിലേക്ക് വരൂ. 1 കിലോ ഓറഞ്ച് ഞാൻ വാങ്ങിച്ചോളാം. നിങ്ങൾക്ക് സന്തോഷല്ലേ? ഇപ്പോൾ തന്നെ വരാം രാംബാബു ചേട്ടാ. രാംബാബു ഓറഞ്ച് വിൽക്കുന്നവളെ വീട്ടിനകത്തേക്ക് കൊണ്ടുപോയി. എന്നിട്ട് ഓറഞ്ച് പഴം നോക്കി. ഒരു ഓറഞ്ച് കഴിച്ചു നോക്കൂ ചേട്ടാ, എങ്കിലല്ലേ ഇതിന്റെ രുചി നിങ്ങൾക്ക് അറിയാൻ പറ്റൂ. ചേച്ചി, ഞാനത് എന്തായാലും തീർച്ചയായിട്ടും കഴിച്ചോളാം. നിങ്ങളുടെ കൈ കൊണ്ട് തന്നെ എനിക്ക് ഊട്ടി വിട്ടാൽ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടുണ്ടാവും. ശരി, ഞാൻ എന്റെ ഭംഗിയുള്ള കൈ കൊണ്ട് നിങ്ങൾക്ക് ഓറഞ്ച് കഴിക്കാൻ നൽകാം. രാംബാബു ഓറഞ്ച് കഴിച്ച ഉടൻ തന്നെ അദ്ദേഹം ഒരു കുഞ്ഞു മനുഷ്യനായി മാറി. അയ്യോ, എനിക്ക് എന്ത് പറ്റി? എന്റെ ഉയരം വല്ലാതെ കുറഞ്ഞിട്ടുണ്ടല്ലോ. എന്റെ കൈയും കാലും എല്ലാം വല്ലാതെ ചെറുതായിട്ടുണ്ടല്ലോ. ഞാൻ എങ്ങനെയാ എന്റെ കുടുംബത്തിലേക്ക് തിരിച്ചു പോവുക? അപ്പോഴാണ് ആ പ്രേതം അതിന്റെ യഥാർത്ഥ രൂപത്തിൽ മാറിയത്. ഞാനൊരു മോശമായ പ്രേതമാണ്. ഞാൻ നൽകുന്ന ഓറഞ്ച് പഴം കഴിക്കുന്നവരൊക്കെ കുഞ്ഞു മനുഷ്യരായി മാറും. എന്നെ പഴയതുപോലെ തന്നെ ശരിയാക്കി തരൂ. ഞാൻ നിന്റെ അടുത്ത് വരികയില്ല. എന്നോട് ക്ഷമിക്കൂ. എന്റെ ഭാര്യ കണ്ട എന്നെ പേടിച്ചു പോവും. ഞാൻ നിന്നെ പഴയതുപോലെ ഉയരമുള്ളവനാക്കി മാറ്റാം. പക്ഷേ നിന്റെ വീട്ടിൽ എത്ര സ്വർണ്ണ നാണയങ്ങളുണ്ടോ അതെല്ലാം എനിക്ക് തന്നെ നൽകണം. നീ മനസ്സിലായോ നിനക്ക്? രാംബാബുവിനെ പറ്റിച്ചതിന് ശേഷം പ്രേതം അടുത്ത സ്ഥലത്തേക്ക് പോയി. അവൾ സഞ്ജീവ് എന്ന പേരുള്ള ആളിന്റെ വീട്ടിന്റെ മുൻപിലേക്ക് പോയി. ഓറഞ്ച് വാങ്ങിക്കോളൂ, ഓറഞ്ച്, നല്ല രുചിയുള്ള മണമുള്ള ഓറഞ്ച് വാങ്ങിക്കോളൂ. ഒരു പ്രാവശ്യം കഴിച്ചാൽ നിങ്ങൾ വീണ്ടും വീണ്ടും ചോദിക്കും. എന്റെ ചേച്ചി, ഞാൻ ഇതുവരെ നിങ്ങളുടെ ഓറഞ്ച് കഴിച്ചിട്ടേ ഇല്ലല്ലോ. അച്ഛനമ്മ വീട്ടിലില്ല, പുറത്തു പോയിട്ടുണ്ട്. ഞാൻ തീർച്ചയായിട്ടും നിങ്ങളുടെ ഓറഞ്ച് പഴം വാങ്ങിച്ചോളാം. വീട്ടിലെ അകത്തേക്ക് വരൂ. ശരി ശരി സഞ്ജീവേട്ടാ, ഇപ്പോൾ തന്നെ വരാം. സഞ്ജീവിന്റെ വീട്ടിനകത്തേക്ക് പോയതും തന്നെ ഓറഞ്ച് വിൽക്കുന്നവൾ അവനോട് പറഞ്ഞു, സഞ്ജീവേട്ടാ, നിങ്ങളുടെ അച്ഛൻ നല്ല പണക്കാരനാണെന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് ഇത്ര വലിയ വീട് കെട്ടിയിരിക്കുന്നത്. എന്റെ അച്ഛനടുത്ത് കുറെ പൈസയൊക്കെ ഉണ്ട്. എന്റെ അച്ഛൻ എത്ര സ്വർണ്ണം ഇടുന്ന വെച്ചാൽ ഈ ഗ്രാമത്തിലുള്ളവർ ഒരുത്തം പോലും അത്ര സ്വർണ്ണം ഇടില്ല. എല്ലാവരിലും അദ്ദേഹം മോതിരമിട്ടുണ്ടാവും. പിന്നെ കഴുത്തിൽ മാത്രം 4 ചെയിൻ ഉണ്ടാവും. കൊള്ളാമല്ലോ സഞ്ജീവേട്ടാ, നിങ്ങൾ അവിടെ തന്നെ ഇരിക്കൂ. ഞാൻ നിങ്ങൾക്ക് എന്റെ കൈ കൊണ്ട് ഓറഞ്ച് പഴം കഴിക്കാൻ നൽകാം. സഞ്ജീവും ആ ഓറഞ്ച് പഴം കഴിച്ചതും തന്നെ അവൻ ഒരു കുള്ളനായി മാറി. അയ്യോ, എനിക്ക് എന്ത് പറ്റി? നീ എന്താണ് എന്നെ ചെയ്തിരിക്കുന്നത്? ഉടൻ തന്നെ ആ ഓറഞ്ച് വിൽക്കുന്നവൾ തന്റെ യഥാർത്ഥ പ്രേതത്തിന്റെ രൂപത്തിലേക്ക് മാറി. ഞാൻ വളരെ ഭയങ്കരമായ പ്രേതമാണ്. ഞാൻ നൽകുന്ന ഓറഞ്ച് പഴം കഴിച്ചാൽ നിങ്ങൾ കുള്ളന്മാരായി മാറും. നീ വീണ്ടും വളരണമെന്ന് ആഗ്രഹിച്ചാൽ നിങ്ങളുടെ വീട്ടിൽ എത്ര സ്വർണങ്ങളുണ്ടോ അതെല്ലാം എനിക്ക് നൽക്. താ, ഇല്ലെങ്കിൽ നീ ഇങ്ങനെ കുള്ളനായി ജീവിക്കേണ്ടത് തന്നെ. ഇങ്ങനെ ആ പ്രേതം എല്ലാരെയും പേടിപ്പിച്ച് സ്വർണങ്ങളൊക്കെ പിടിച്ചെടുത്തു. അവരുടെ ഉയരം തിരിച്ചു നൽകാനായി പ്രേതം ഒരു മരുന്ന് വെച്ചിരുന്നു. ഗ്രാമത്തിൽ ഒരുപാട് ആളുകൾ ആ പ്രേതം കാരണം ബാധിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷെ നാണക്കേടാകുമെന്നുള്ള പേടിയിൽ ആരും ഇക്കാര്യം മറ്റാരോടും പറഞ്ഞില്ല. ആർക്കും ഇതറിയില്ല. ഓറഞ്ച് വിൽക്കുന്നവൾ ഗ്രാമത്തിലെ എല്ലാ ജനങ്ങളെയും പറ്റിക്കണമെന്ന് കരുതി. പക്ഷെ ഒരാൾ മാത്രമില്ല. അദ്ദേഹത്തിന്റെ പേര് റഹൻലാൽ. എന്തുകൊണ്ടെന്നാൽ ഓറഞ്ച് വിൽക്കുന്നവൾ രഹൻലാലിനെ പ്രേമിച്ചിരുന്നു. ലഗൻ സാർ, ഓറഞ്ച് കഴിക്കുന്നുണ്ടോ? നല്ല രുചിയുണ്ടാകും. നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെടും. ഞാൻ ഓറഞ്ച് ഒന്നും കഴിക്കാറില്ല. ഞാൻ ഗ്രേപ്സ് മാത്രമേ കഴിക്കുള്ളൂ. ഗ്രേപ്സ് നിന്റെ അടുത്തുണ്ടെങ്കിൽ അങ്ങോട്ട് കൊണ്ടുപോവാ. എപ്പോഴെങ്കിലും എന്നെ നിങ്ങളുടെ വീട്ടിലേക്ക് വിളിക്കൂ ലഗൻ സാർ. എനിക്ക് വയലിലേക്ക് പോകാനുണ്ട്. വല്ലാതെ ലേറ്റ് ആവുന്നുണ്ട്. പതുക്കെ പതുക്കെ ആ പ്രേതം ഗ്രാമത്തിലെ എല്ലാരെയും പറ്റിച്ചു കളഞ്ഞു. ഒരു ദിവസം ബാബുറാം ലാലാജിയുടെ കടയിൽ നിന്ന് ചായ കുടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ബാബുരാം, നിനക്ക് എന്ത് പറ്റി? നീ എന്താ എത്ര ശോകമായിട്ടുള്ളത്? ഇല്ല, ഞാൻ ശോകമായിട്ടില്ല.
ബാബുരാം, എനിക്ക് നിന്നെ ചെറുപ്പം തൊട്ടേ അറിയാം. നിനക്ക് എന്റെ അടുത്ത് ഒന്നും മറക്കാൻ പറ്റില്ല. പറയൂ, എന്ത് പറ്റിയെന്ന്. നിങ്ങൾ എനിക്കൊരു സത്യം ചെയ്യണം, എന്നാലും ഞാൻ നിങ്ങളുടെ അടുത്ത് ഒരു കാര്യം പറയാം. ശരി, ഞാൻ ആരടുത്തും പറയില്ല. പറയൂ. ബാബുറാം എല്ലാ കാര്യവും ലാലയോട് പറഞ്ഞു. ആ പ്രേതം എന്നെ ഒരു പ്രാവശ്യം കൊള്ളനാക്കിയിട്ടുണ്ട്. പക്ഷെ ദൈവം പുണ്യത്തിൽ അന്ന് എന്റെ വീട്ടിൽ അധികം സ്വർണം ഇല്ലായിരുന്നു. അതുകൊണ്ട് അവളുടെ പണി അവിടെ ഒന്നും നടന്നിട്ടുമില്ല. ഗ്രാമത്തിലുള്ളവരെല്ലാരും ഇങ്ങോട്ട് വരാൻ പറ. നമുക്ക് ഈ കാര്യത്തിനെ പറ്റി സംസാരിച്ചേ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ ആ പ്രേതത്തിനടുത്ത് എപ്പോഴും രക്ഷപ്പെടാനേ പറ്റില്ല. അടുത്ത ദിവസം ഗ്രാമത്തിലുള്ള എല്ലാരും ഒന്നിച്ചു കൂടി. ദേ ഇവിടെ നോക്കൂ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ, ആ പ്രേതം നമ്മുടെ വീട്ടിലുള്ള സ്വർണം എടുത്ത് നമുക്ക് എല്ലാവർക്കും കഷ്ടം തന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനു ശേഷം നമ്മൾ മിണ്ടാതിരുന്ന ഒരു പ്രശ്നം വരില്ല. നമുക്ക് വേഗം എല്ലാം പറയണം. ഗ്രാമത്തിലുള്ള എല്ലാരും തന്നെ അവരവർക്ക് നടന്ന പ്രശ്നങ്ങളെ കുറിച്ച് പറഞ്ഞു. സുഹൃത്തുക്കളെ, നമ്മൾ ആ പ്രേതത്തിനെ പുറത്താക്കണമെങ്കിൽ ഒറ്റ ഒരു വഴിയേ ഉള്ളൂ. പ്രേതത്തിനെ ലക്കൻ വെച്ചാൽ വല്ലാതെ ഇഷ്ടമാണ്. ലക്കൻ നമ്മളുടെ കൂടെ ഉണ്ടെങ്കിൽ ആ പ്രേതത്തിന്റെ കഥ വേഗം നമുക്ക് തീർക്കാൻ പറ്റും. എന്റെ അടുത്ത് ഒരു ഐഡിയ ഉണ്ട്. പക്ഷെ ലക്കൻ വയലിലേക്ക് പോയിട്ടുണ്ടല്ലോ, അവൻ എവിടെ ഇല്ലല്ലോ. എന്നാൽ ലക്കനെ പോയി വിളിച്ചിട്ട് വരൂ. അവർ ലഹനെ വരാൻ പറഞ്ഞു. അവനോട് നടന്നതൊക്കെ പറഞ്ഞു. ഈ ജോലിയിൽ ഒരു പ്രശ്നമുണ്ട്. എനിക്ക് ഈ ജോലിയിൽ വെറുതെ ഫ്രീ ആയിട്ട് ചെയ്യാൻ പറ്റില്ല. ഈ ഗ്രാമത്തിലുള്ള എല്ലാരും എനിക്ക് ഒരു 10 രൂപ തരണം. ഇഷ്ടമുണ്ടെങ്കിൽ ഓക്കെ എന്ന് പറയൂ, ഇല്ല ഞാൻ എന്റെ ജോലി പോയി നോക്കും. ശരി, സമ്മതിച്ചു. നമ്മളടുത്ത് എന്തൊക്കെയോ പോയല്ലോ. 10 രൂപയല്ലേ, നമുക്ക് കൊടുത്തേക്കാം. ഗ്രാമത്തിലെ എല്ലാ ആൾക്കാരും ആൾക്ക് 10 രൂപ നൽകി. എന്നിട്ട് ലഹനെ അതിന് റെഡിയാക്കി. അടുത്ത ദിവസം ഓറഞ്ച് വിൽക്കുന്നവൾ ഗ്രാമത്തിലേക്ക് വന്നപ്പോൾ ലഹൻ അവളെ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് വിളിച്ചു. ദേ ഓറഞ്ച് ഒക്കെ ചേച്ചി, ഇന്ന് എനിക്ക് 2 കിലോ ഓറഞ്ച് വേണം. നാളെ എന്റെ വീട്ടിൽ കുറെ വിരുന്നുകാർ വരുന്നുണ്ട്. ഇന്ന് എനിക്ക് വളരെ നല്ല ദിവസമാണ്. എന്തുകൊണ്ടെന്നാൽ നിങ്ങൾ എന്റെ കയ്യിൽ നിന്നും ഓറഞ്ച് വാങ്ങുന്നല്ലോ. അകത്തുള്ള റൂം എവിടെയാണ്? ഞാൻ അവിടെ വന്ന് നിങ്ങൾക്ക് ഓറഞ്ച് നൽകാം. ശരി, അകത്തേക്ക് വന്നോളൂ. ലഹൻ ഓറഞ്ച് വിൽക്കുന്നവളെ തന്റെ വീട്ടിനകത്തേക്ക് കൊണ്ടുപോയി. ഞാൻ ചായ ഉണ്ടാക്കട്ടെ, നിങ്ങൾ കുടിക്കില്ലേ? നിങ്ങളുടെ കൈകൊണ്ട് ചായ നൽകിയാൽ തീർച്ചയായും കുടിക്കും. ലഹൻ ചായയിൽ മയക്കുമരുന്ന് കലക്കി കൊടുത്തു. ഓറഞ്ച് വിൽക്കുന്നവൾ അത് കുടിച്ചതും തന്നെ മയങ്ങി താഴേക്ക് വീണു. അപ്പോൾ ലഹൻ ഓറഞ്ച് പഴത്തിന്റെ ഒരു പീസ് എടുത്ത് അവൾക്ക് കഴിക്കാൻ നൽകി. ആ ഓറഞ്ച് പഴക്കാരി മിഴിച്ചു നോക്കിയപ്പോൾ അവൾ ഒരു കുള്ള മനുഷ്യയായി മാറിയിരുന്നു. ഗ്രാമത്തിലെ ആളുകളൊക്കെ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. അല്ല, എന്തുപറ്റി എനിക്ക്? എന്റെ ഉയരം എങ്ങനെയാണ് കുറഞ്ഞത്? കാരണം നിനക്കായി ഓറഞ്ച് പഴം തന്നെ വെച്ചിട്ട് നിന്നെ ഞങ്ങൾ കുള്ളമാക്കി കഴിഞ്ഞു. അത് ശരിയാക്കുന്ന മരുന്ന് ഞങ്ങൾ മാറ്റി വെച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് കൊണ്ടുവന്ന ഈ ഓറഞ്ച് പഴം നീ എവിടെയാ കൊണ്ടുവന്ന് പറഞ്ഞാലേ നിനക്ക് ശരിയാക്കുന്ന മരുന്ന് തരുള്ളൂ. മനസ്സിലായോ? എന്റെ കയ്യിൽ ഈ മാന്ത്രിക ഓറഞ്ച് പഴത്തിന്റെ മരമുണ്ട്. ശരി, ഞങ്ങൾ ആ മരത്തിനടുത്തേക്ക് കൊണ്ടുപോകൂ. പ്രേതം ഗ്രാമത്തിലെ ആളുകളെ ആ മരത്തിനരികിലേക്ക് കൊണ്ടുപോയി. ഗ്രാമത്തിലെ ആളുകൾ ആ മരം വെട്ടിമുറിച്ചു. എല്ലാ ഓറഞ്ച് പഴങ്ങളും നശിച്ചുപോയി. ഇപ്പോൾ എനിക്ക് മാറാനുള്ള മരുന്ന് തിരിച്ചു നൽകൂ. നിനക്കെന്താ ഇത്ര അവസരം? ഗ്രാമത്തിലെ ആളുകൾ ആ പ്രേതത്തിന്റെ കണ്ണിൽ തുണി കെട്ടി. എന്നിട്ട് അവളെ ഗ്രാമത്തിലെ നദിയുടെ അരികിലേക്ക് ദൂരമായി കൊണ്ടുപോയി. പിന്നീട് അവൾക്ക് മാറാനുള്ള മരുന്ന് വെള്ളത്തിൽ തൂക്കിയെറിഞ്ഞു.